ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വിക്രം വേദയുടെ പുതിയ എപ്പിസോഡില് മാഷിന്റെ വീട്ടില് കറണ്ട് പോയിരിക്കുകയാണ്. വിശ്വം KCB-യിലേക്ക് വിളിച്ചപ്പോ ലൈനിന് പ്രശ്നമൊന്നുമില്ലെന്നാ പറഞ്ഞത്. ഇനിയിപ്പോ നാളെ നോക്കാം എന്ന് പറഞ്ഞ് മാഷ് ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോവാണ്. മാഷൊന്നും കഴിച്ചില്ലല്ലോ എന്ന് കമല പറയുമ്പോ മാഷ് അതിന് മറുപടി ഒന്നും പറയാതെ നമുക്ക് ജീനയുടെ വീട്ടിലേക്കൊന്ന് പോകാമായിരുന്നു. അന്നത്തെ ആ വളയുടെ പ്രശ്നം ഓർമ്മയില്ലേ? കമലം പറയും അത് ജീനയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നോ? അപ്പൊ മാഷ് പറയും ഏതോ വണ്ടിയുടെ പിന്നാലെ ഓടിയപ്പോ വണ്ടി വന്ന് ഇടിച്ചു എന്നല്ലേ പറഞ്ഞത്, ഒരു തുടുപ്പ് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം മാഷ് അവിടുന്ന് പോവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമും വേദയും കൂടെ താമസിക്കാനായിട്ട് ഒരു കാട്ടിലൊരു സ്ഥലം കണ്ടെത്തിരിക്കുകയാണ്. തീയിട്ടും അവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്രില്ല് ചെയ്യാനൊക്കെ. അങ്ങനെ വിക്രം ഇതൊക്കെ ചെയ്യുന്നത് വേദ ഇങ്ങനെ നോക്കിയിരിക്കണേ. വിക്രം വന്നിട്ട് പറയും നാളെ നേരം പുലരുന്നത് വരെ ഇത് കേടാതെ നോക്കണം, എന്നാ പിന്നെ മൃഗങ്ങളൊന്നും വരില്ല. വേദയ്ക്കും അപ്പൊ കെട്ടുകഴിഞ്ഞാ മൃഗങ്ങൾ വരുവോ? വിക്രം പറയും പിന്നല്ലാതെ. കടുവയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കിടക്കുന്നത് കണ്ട മൈൻഡ് ചെയ്ത് പോയെന്ന് വരും, പക്ഷേ കരടി അങ്ങനല്ല, ഉറപ്പായിട്ടും മാന്തിക്കീറി കൊല്ലും. അത് കേൾക്കുമ്പോ വേദ പേടിക്കും. അയ്യോ എന്ന് പറഞ്ഞ് പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. വിക്രം ചിരിച്ചുകൊണ്ട് ആ കനലൊന്നുകൂടെ പോയി കത്തിക്കും. ശേഷം കുറച്ച് പുല്ലുകെട്ടൊക്കെ അവിടെ കൊണ്ടുവന്ന് വെക്കുകയാണേ. ഇത് കാണുമ്പോ വേദയ്ക്കും എന്തിനാ ഇതൊക്കെ? രാത്രി ഈ പാറയുടെ മുകളില് കിടക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ കിടന്ന ശീലമില്ലല്ലോ, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിടക്ക. വേദയ്ക്കും കിടക്കയോ ഇതോ? വിക്രം പറയും അല്ലടി, കാടിനകത്ത് നിനക്ക് മെത്ത വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ വേദ പറയും ഹോ എനിക്കായിരുന്നോ? വിക്രം പറയും പിന്നെ എനിക്കാണെന്ന് കരുതിയോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കും. എന്നിട്ട് ആ പുല്ലുകള് ആ പാറയുടെ മുകളിലെ ബെഡ് പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണേ. എന്നിട്ട് പറയും ഞാൻ രാത്രി ഉറങ്ങാതെ കിടന്നോളാം, വല്ല മൃഗങ്ങളും വന്നാ അറിയണല്ലോ. അപ്പൊ വേദ പറയും ആ അത് ശരിയാ, ഒരേപോലത്തെ മൃഗങ്ങളെ കണ്ട ആ ജാതിയിൽപ്പെട്ടവർ തിരിഞ്ഞു പോയിക്കോളും. വിക്രം പറയും ആടി ഞാൻ കരവടിയും കടുവയ്ക്കാണ്, ഈ കാട്ടിലെ നമ്മൾ രണ്ടുപേരല്ലേ മനുഷ്യരായിട്ടുള്ളൂ, എന്തെങ്കിലും ഒരു തമാശ പറയാതെ എങ്ങനെയാ ബോറടി മാറ്റുന്നേ അല്ലേ എന്ന് പറഞ്ഞോണ്ട് ആ കിടക്കയൊക്കെ അവിടെ ശരിയാക്കി വെക്കുകയാണ്. ശേഷം എടുത്തിരിക്കുന്ന മീനുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അവിടെ താഴേക്ക് കൊണ്ടുപോയിട്ട്, അതായത് വേദ ഇരിക്കുന്നതിന്റെ തൊട്ട് താഴേക്ക് കൊണ്ടുപോയിട്ട് അതൊക്കെ കഴുകി വൃത്തിയാക്കാണ് വിക്രം. എന്നിട്ട് അത് വിക്രം തന്നെ മുകളിലേക്ക് കൊണ്ടുവരും. വേദ ഇതെല്ലാം നോക്കിയിരുന്ന് കാണാ. എന്നിട്ട് വിക്രം അത് ആ തീച്ചൂടിലിട്ടിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുക. വേദ ഇങ്ങനെ നോക്കിയിരിക്കണേ. പെട്ടെന്ന് വേദയ്ക്ക് ആ സ്മെല്ലൊന്നും ഇഷ്ടപ്പെടുന്നില്ല. വിക്രം ചോദിക്കും എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞു വേദ ഇങ്ങനെ നോക്കിയിരിക്കുക. വിക്രമാണെങ്കിൽ അത് ഗ്രില്ല് ചെയ്യുന്ന തിരക്കിലും. കാട്ടുമൃഗങ്ങളുടെ ആനയുടെ ഒക്കെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും അതൊക്കെ റെഡി ആയിട്ടുണ്ട്, ഫിഷ് ഗ്രില്ല് ചെയ്തത്. അങ്ങനെ വിക്രം അതെല്ലാം ഒരു ഇലയിലേക്ക് മാറ്റുക. എന്നിട്ട് വേദയുടെ അടുത്ത് കൊണ്ടുപോയി വെക്കും. എന്നാ ഇത് കഴിച്ചോ. അയ്യേ ഇങ്ങനെ പച്ചക്കോ? അപ്പൊ വിക്രം പറയും പച്ചക്കീന്നോ, ഇത്രയും നേരം ചുട്ടത് കണ്ടില്ലേ? ഇങ്ങനെ വെറുതെ ചുട്ട മീൻ. അപ്പൊ വിക്രം പറയും ദേ ആ അരുവിയുടെ അപ്പുറത്തെ നിന്റെ ആങ്ങളയുടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വാ, എന്നിട്ട് ഞാൻ മസാലയൊക്കെ തേച്ച് നന്നായി ഗ്രില്ല് ചെയ്ത് തരാം, എന്തേ? വേദ പറയും എന്റെ വിക്രു, വിളിച്ച ഒരു മനുഷ്യൻ പോലും കേൾക്കാനില്ലാത്ത കാട്, പച്ചയ്ക്ക് ചുട്ടു തിന്ന മീനെ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓഞ്ഞ ചളി പറയല്ലേ, സഹിക്കാൻ പറ്റുന്നില്ല. അത് കേൾക്കുമ്പോ വിക്രം ചിരിക്കും, കൂടെ വേദയും. അങ്ങനെ വിക്രം ചിരിച്ചുകൊണ്ട് തന്നെ അവര് കൊണ്ടുവന്ന ഒരു ചെറിയ കെട്ടുണ്ടല്ലോ അതെടുക്കണേ. വേദയ്ക്കും എന്താ അതിന്റെ അകത്ത്? വിക്രം ഒന്നും പറയാതെ അത് തുറന്നിട്ട് നാരങ്ങ എടുക്കും. ഇതാണ് കാട്ടു നാരങ്ങ. ശേഷം അത് കട്ട് ചെയ്ത് വേദയ്ക്ക് ഇങ്ങനെ സ്മെല് ചെയ്യാൻ കൊടുക്കും. ശേഷം അത് ആ ഫിഷിന്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനി കഴിച്ചോ. അപ്പോഴും വേദയ്ക്ക് താല്പര്യമില്ല. വിക്രം പറയും കഴിക്ക്. വേദയ്ക്ക് കഴിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. മടിച്ചിട്ട് ഒരു ചെറിയ കഷ്ണം എടുത്ത് കഴിക്കും. എന്നാ വായിൽ വെക്കുമ്പോ അതിന് നല്ല രുചി എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഇങ്ങനെ എടുത്ത് ടേസ്റ്റ് ഇങ്ങനെ നോക്കണേ. അപ്പൊ വിക്രം ഇങ്ങനെ നോക്കി നിൽക്കും. പിന്നെ സ്പീഡില് ആക്രാന്തത്തിൽ കഴിക്കും. മുള്ളു കുടുങ്ങാണ് തൊണ്ടയില്, ആക്രാന്തം കാണിക്കാതെ മെല്ലെ കഴിക്കി. അയ്യോ മുള്ള് എന്ന് പറഞ്ഞ് വേദ ഇങ്ങനെ ഇരിക്കുമ്പോ എന്നാ വെള്ളം കുടിക്കി എന്ന് പറഞ്ഞ് ബോട്ടിലെടുത്ത് കൊടുക്കും. പോയില്ല. വിക്രമിക്കും എവിടെയാ മുള്ളു കുത്തിരിക്കുന്നത്? വേദ ഇതവിടെ, നന്നായി വായ തുറക്കടി. അങ്ങനെ വായ തുറന്നു കൊടുക്കുമ്പോ വിക്രം തന്നെ വായില് കൈയിട്ട് ആ മുള്ളെടുത്ത് കൊടുക്കണേ. എന്നിട്ട് അത് കളയും. ഒരു മീൻ പോലും കഴിക്കാൻ അറിയാത്ത സാധനാണല്ലോ നീ എന്ന് പറഞ്ഞോണ്ട് ചെറിയ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കല്ലോ എന്ന പോലെ മീന്റെ മുള്ളൊക്കെ മാറ്റി കൊടുക്കാണ് വിക്രം. വേദ ഇങ്ങനെ അതൊക്കെ നോക്കി ഇങ്ങനെ രസിക്കുന്നുണ്ട്. എന്താ എന്നാ മുള്ളൊക്കെ മാറ്റിയിട്ടുണ്ട് കഴിക്കി. അങ്ങനെ വേദ അതൊന്ന് ഓരോരോ കഷ്ണങ്ങൾ എടുത്ത് ഇങ്ങനെ കഴിക്കും. വിക്രം ചോദിക്കും എങ്ങനെയുണ്ട്? വേദ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിങ്ങനെ എടുത്തു തിന്നാ. അത് കാണുമ്പോ വിക്രമിന് സന്തോഷാവുന്നുണ്ട്. അല്ല വിക്രം കഴിക്കുന്നില്ലേ? കഴിച്ചോ, കഴിച്ചു നോക്ക്, നല്ല സ്വാദുണ്ട്. അപ്പൊ വിക്രം പറയും ആകെ പിടിച്ചത് 4 മീന, അത് നീ തന്നെ എടുത്ത് വിഴുങ്ങി എന്നിട്ടാണോ എന്നോട് കഴിച്ചോന്ന് ചോദിക്കുന്നത്? അയ്യോ എന്ന് പറഞ്ഞ് വേദ ഇങ്ങനെ നിൽക്കുക. ആ ആക്രാന്തത്തില് അത് മുഴുവൻ വേദ കഴിച്ചിട്ടുണ്ട്. വിക്രം പറയും സാരമില്ല, എഴുന്നേറ്റ് കിടക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ ബെഡൊക്കെ
ആ പുല്ലുമത്ത ഒന്നുകൂടെ റെഡിയാക്കി കൊടുക്കണേ. എന്നാ വേദയ്ക്ക് ശരിക്കും അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എണീക്കാൻ വയ്യല്ലേ, ബാ എന്ന് പറഞ്ഞ് കൈ കൊടുക്കും. എഴുന്നേറ്റ് കഴിയുമ്പോ വേദയുടെ മുഖത്ത് ആകെ ഒരു സങ്കടം വരണേ. വിക്രം ചോദിക്കും, എന്താ പ്രശ്നം, എന്തു പറ്റി? അപ്പോഴേക്കും വേദ വിക്രമിന്റെ മാറോട് ചേർന്ന് കിടന്നങ്ങ് പൊട്ടിക്കരയും. എന്താ പ്രശ്നം, കാല് വേദനിക്കുന്നുണ്ടോ? അപ്പോഴും വേദ ഒന്നും പറയാതെ വിക്രമിന്റെ മാറിലിങ്ങനെ ചേർന്ന് കിടക്കണേ. വിക്രമിനാണെങ്കിൽ ഒന്നും പറയാനും പറ്റുന്നില്ല, ഒന്നും പിടിച്ചു മാറ്റാനും തോന്നുന്നില്ല. അങ്ങനെ നിൽക്കണം അവരെ. ശേഷം പിന്നീട് കാണിക്കുന്നത് ആ MLA വാസവന്റെ വീട്ടില് ഗുണ്ടകൾ വന്നിരിക്കണേ. ഗുണ്ടകൾ എല്ലാ കാര്യങ്ങളും പറയും. അപ്പോ ആ കാട് മുഴുവനും അരിച്ചു പെറുക്കിയിട്ടും നിങ്ങൾക്ക് അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അല്ലേ? പുലരും മുമ്പ്, നാളെ പുലരും മുമ്പ് എനിക്കിവിടെ കിട്ടിയിരിക്കണം അവരെ. പോ, ആരെ വേണമെങ്കിലും കൂട്ടിക്കോ, നാളെ പുലരും മുമ്പ് എനിക്ക് അവരെ കിട്ടണം. ചെല്ലേ, എത്ര ആൾക്കാരെ വേണമെങ്കിലും കൂട്ടിക്കോ എന്ന് പറയുമ്പോൾ അവരവിടുന്ന് അങ്ങനെ ഇങ്ങനെ മദ്യപിക്കാണേ. ആ ക്ലാസ് ഒക്കെ എറിഞ്ഞു പൊട്ടിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമും വേദയും രാത്രി കിടന്നുറങ്ങിയിട്ടുണ്ട്. രണ്ടുപേരും ഓരോ പാറയുടെ മുകളിൽ കിടക്കാണ്. കുറച്ച് കഴിയുമ്പോൾ വേദയുടെ ഞരക്കം കേൾക്കാണ് വിക്രം. വേദ എന്ന് വിളിച്ചിട്ട് വിക്രം എഴുന്നേറ്റ് വേദയുടെ അടുത്തേക്ക് വരും. എന്നാൽ വേദ നല്ല ഉറക്കത്തിലാണെങ്കിലും നല്ല തണുത്ത് വിറയ്ക്കുന്നുണ്ട്. അപ്പൊ വിക്രം വേദയുടെ കവിളിലും കഴുത്തിലൊക്കെ തൊട്ടു നോക്കും. നല്ല ചൂടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വിക്രമിന്റെ ഷർട്ട് ഊരിയിട്ട് വേദയുടെ മേല് പുതപ്പ് പോലെ ഇട്ട് കൊടുക്കാണ്. ഇതൊന്നും വേദ അറിയുന്നില്ല കേട്ടോ. ശേഷം വിക്രം ആ ചൂടൊക്കെ പോയി ഒന്ന് പിടിക്കുന്നുണ്ട്. എന്നിട്ട് വേദയെ ഇങ്ങനെ കവിളിലൊക്കെ വെച്ചു കൊടുക്കും. പിന്നീട് അല്പം വെള്ളം കുടിച്ച് വേദയുടെ തൊട്ടരികിൽ വന്നിരിക്കുക. ശേഷം വിക്രമിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ടവലുണ്ടല്ലോ അതെടുത്ത് നനയ്ക്കാണ്. എന്നിട്ട് അതെടുത്തുകൊണ്ട് വന്ന് വേദയുടെ നെറ്റിയിൽ വെച്ചു കൊടുക്കും. എന്നിട്ട് അവിടെ തന്നെ ഇരിക്കും. അല്പസമയം കഴിഞ്ഞാൽ അതിൽ ആ നനവൊക്കെ പോവും. അതായത് ആ ചൂടൊക്കെ ആ നനവ് പിടിച്ചിട്ടുണ്ട്. ശേഷം വീണ്ടും അത് നനച്ചിട്ട് വേദയുടെ നെറ്റിയിൽ കൊണ്ടുവന്നിടുക. കുറച്ച് കഴിയുമ്പോഴാണ് വേദ അറിയുന്നത്. എന്താ ചെയ്യുന്നത്? വിക്രം പറയും, നെറ്റി നല്ല ചൂടുണ്ട്, പനിക്കുന്നുണ്ടോ? എനിക്ക് പനി വരാതിരിക്കാൻ എങ്ങനെ ചെയ്യുന്നത്? കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് വേദ എഴുന്നേൽക്കുവാണ്. പെട്ടെന്നായിരിക്കും വിക്രമിന്റെ ഷർട്ട് കാണുന്നത്. അതിങ്ങനെ നോക്കുമ്പോ വിക്രം പറയും, കുഴപ്പമില്ല, തൽക്കാലം എനിക്ക് പ്രശ്നമൊന്നുമില്ല, പാത്രമില്ല, അല്ലെങ്കിൽ ഇത്തിരി വെള്ളം ചൂടാക്കി തരായിരുന്നു. വേദ പറയും, സാരമില്ല, കുറച്ചു സമയം ആ തീയുടെ അടുത്തിരിക്കാം എന്ന് പറഞ്ഞ് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ എണീക്കാൻ പറ്റില്ല. അപ്പോൾ വിക്രം തന്നെ പോയി വേദയെ എഴുന്നേൽപ്പിക്കണേ. എന്നിട്ട് ആ തീയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ചൂട് പിടിക്കാനായിരിക്കും. ഇതേ സമയം വീട്ടിലാണെങ്കിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നല്ല ചൂടാണ്. വിനയൻ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കണേ. അപ്പൊ ഉണ്ടാവും നന്ദിനി വേർത്ത് കുളിച്ചു വരുന്നേ. നീ എവിടെ പോയതായിരുന്നു? വേദയുടെയും വിക്രമിന്റെയും റൂമില് പണ്ടമ്മ അവൾക്കൊരു ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാൻ വാങ്ങിച്ചു കൊടുത്തിരുന്നല്ലോ, അതുണ്ടോ നോക്കാൻ പോയതാ. എന്നിട്ട് കിട്ടിയോ? എവിടെ? അരിച്ചു പേർക്കി, ഈ വീട്ടിൽ ഇനി ഒരു സ്ഥലം ബാക്കിയില്ല എന്ന് പറഞ്ഞ് ആകെ വിഷമത്തിലിരിക്കണേ. അപ്പോ ദാ പിടിക്കി വീശിതാ എന്ന് പറഞ്ഞ വിശറി കൊടുക്കുമ്പോ, പിന്നെ അല്ലെങ്കിൽ തന്നെ ചൂടെടുത്തിട്ട് വയ്യ, അതിനിടയിൽ നിങ്ങൾക്ക് തന്നെ അങ്ങ് വീശിയാ മതി. ശേഷം പറയും, വിനേട്ടാ നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? എന്താ? വേദ വീട്ടിലെത്തിയിട്ടില്ല. ഓ, അമ്മ പറഞ്ഞായിരുന്നു. എന്നാ വിക്രവും എത്തിയിട്ടില്ല. ഇനി രണ്ടുപേരും ഒന്നിച്ചായിരിക്കോ? ഒന്നിച്ചോ? എങ്ങനെ? അതെ, ഞാൻ അന്ന് പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്ത്? വേദയ്ക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചപ്പോ വിനേട്ടൻ അന്നൊരു തിയറി പറഞ്ഞില്ലേ, വേദയുടെ മൊഴി തെളിഞ്ഞാലല്ലേ വിക്രം ജയിലിൽ പോവുള്ളൂന്ന്. ഇപ്പൊ അത് നേരെ തിരിച്ചയില്ലേ. അപ്പോ സ്വാഭാവികമായി വാസവനെ വിക്രമിനോട് ദേഷ്യം തോന്നില്ലേ. അപ്പോ വാസവനായിരിക്കില്ലേ ഈ കാണാതായതിനു പിന്നിൽ. വിനയം പറയും, എടി കഴുതേ, അങ്ങനെയാണെങ്കിൽ വിക്രമിനെ മാത്രം പൊക്കിയാ പോരെ, എന്തിനാ വേദയെ? അപ്പൊ പിന്നെ വീട്ടിൽ നിന്ന് തിരിച്ചു പോന്ന ആ വേദ എങ്ങോട്ട് പോയി? എങ്ങോട്ടെങ്കിലും പോട്ടെ, മനുഷ്യനിവിടെ ചൂടെടുത്ത് നിൽക്കുമ്പോഴാ. അപ്പോ നന്ദിനി പറയും, നിങ്ങൾക്കൊരു അന്വേഷണ ബുദ്ധി ഇല്ലേ? വേണ്ട വേണ്ട എന്ന് വിനയം പറയുമ്പോ നന്ദിനി പറയും, എന്റെ വിനയേട്ടാ, നിങ്ങളുടെ അനിയനെയും ഭാര്യയും കാണാതെ എനിക്ക് ഉറക്കം വരാഞ്ഞിട്ടല്ല, അവനും അവളും ഇനി വരാനില്ലെന്നായിരിക്കട്ടെ. അച്ഛമ്മ അമ്മേനെയും അച്ഛനെയും തറവാട്ടിലേക്ക് വിളിപ്പിക്കും. വിശേഷ്ടനെയും ശ്രീചേർത്തിയെയും എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാ ഭാഗ്യത്തെ സ്ഥലത്ത് വീട് വെച്ച് കഷ്ടപ്പെടണ്ട. ഈ വീട് നമ്മുടെ കയ്യിലിരിക്കത്തില്ലേ. വിനയം പറയും, ഓഹോ, ആ പൂതിയായിരുന്നല്ലേ, അത് നീ ഇവിടെ ഇരുന്ന് ഊതത്തേ ഉള്ളൂ, അത് കത്താനും പോകുന്നില്ല, തിളയ്ക്കാനും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്